ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു ചക്കപ്പായസം ഉണ്ടാക്കിയല്ലോ. അതിന് വേണ്ടി ചക്കയൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചവ്വരി കുതിർക്ക ഇട്ടിട്ടുണ്ട്. പിന്നെന്താ, നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യ് വറുത്ത് വെച്ചു. പിന്നെ ശർക്കര പാനിയാക്കിയിട്ട് അത് അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് കുനുകുന അരിഞ്ഞിട്ട് അത് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാം സെറ്റായി. അപ്പം നമ്മൾ ഉരുളി എടുത്ത് വെച്ച് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് നല്ല തിളച്ച് വന്നിട്ട് വേണം നമ്മുടെ ചവ്വരി ഇട്ട് കൊടുക്കാൻ. അതൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണമെന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇതെല്ലാം കയറി കുറുകാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഇളക്കിയില്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ആ വൈറ്റ് കളർ ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആവണം. ചിലതൊക്കെ അങ്ങനെ തന്നെ നടക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. മറ്റേ ചവ്വരി വെന്തതിന് ശേഷം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതെ നോക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കണം. ഇളക്കി ഉപ്പാടും മന്തിരടിയും വരും. ഇനി അതിനകത്തോട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ഈത്തപ്പഴം അരച്ച് ചേർക്കാം. പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ ശർക്കരയുടെ ഒരു കുത്തൽ വരാതിരിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. കൈ വിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങയും തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം തയ്യാറായിട്ടുണ്ട്.